നമുക്ക് ആ ഗേറ്റ് ഇങ്ങനെ തുറന്നിട്ട് ഒരു തോർത്ത് കൊടുത്തിട്ട് ഒരു ചുരുട്ട് വലിച്ചു നോക്കുന്ന അതിന് വല്ലാത്തൊരു ആംഗിൾ ഒരു ലോ ആംഗിൾ എന്നുള്ളൊരു ഒരു 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 ഫ്രെയിം അത് നിറഞ്ഞ് അവിടെയാണ് ഇൻ്റർമിഷൻ നമ്മൾ എഴുതി കാണും. ആ ക്യാരക്ടർ തന്നെയാണ് സൂപ്പറായത്. എങ്ങനെയാണ് സിനിമ എടുക്കുന്നതല്ല, മമ്മൂക്ക ചെയ്യുന്ന അത് ശരിക്കൊരു വളരെ വ്യത്യസ്തമായിട്ടാണ്. കൈയുടെ ചലനങ്ങളും കാരണം നോട്ടങ്ങളും ഒക്കെ വ്യത്യാസമായിരുന്നു. അതൊക്കെ അങ്ങേരിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അപ്പം നമുക്ക് ചോദിച്ചു ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് അഭിനയിക്കുന്നത്? ഞാൻ പറഞ്ഞ നല്ല കുനിഞ്ഞ് നിൽക്കട എന്നാലേ എന്നെ കാണുള്ളൂ. അപ്പോൾ ആ ഒരു സെൻസ് നമുക്ക് പിന്നെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കൊരു ഫ്രെയിം സെൻസ് കിട്ടി. മമ്മൂക്കയ്ക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മമ്മൂക്ക വിൽ പ്രൊമോട്ട് ചെയ്യും. ശരിക്കും പറയുകയാണെങ്കിൽ അന്ന് പ്രേക്ഷകർക്ക് ഒരു അത്ഭുതമായിരുന്നു ആ സിനിമ. നല്ലൊരു ശതമാനം ഈ 15 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു തലമുറ അത് കണ്ടിട്ടില്ല. എന്നാൽ കുട്ടിക്കാലത്ത് തന്നെ വീർതി കളിക്കാതിരിക്കാൻ ഭയപ്പെടുത്തുന്നത് മാണിക്യത്തിനെ വിളിക്കുകയെ എന്ന് അമ്മ പറഞ്ഞിട്ടാണ്. അപ്പം ഞങ്ങൾക്ക് ഭയപ്പെട്ട് മാണിക്യം വരും എന്നുള്ള പേടി, അങ്ങനെ ഞങ്ങൾക്കൊരു പേടി സ്വപ്നമായിട്ട് മാറി. ഞാൻ തപ്പിപ്പോയി. മമ്മൂക്ക അങ്ങനെ പറയുന്നുണ്ട്, ഞാൻ തപ്പിയോ കണ്ടു, ഞാൻ എന്തൊക്കെയോ ചുണ്ടക്കാരക്ക് ഞാൻ വിചാരിച്ചു ലോങ് അല്ലേ ബാക്കി ഡബ്ബി കിട്ടുന്നത്. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങി എന്ന് മമ്മൂക്ക രഞ്ജിത്തിനോട്, അതെ ഇയാൾ ഒറ്റ ഡയലോഗ് മര്യാദയ്ക്ക് പറഞ്ഞിട്ടില്ല, ഒന്നും കൂടെ എടുക്കണം എന്ന് പറഞ്ഞു. വീണ്ടും 4-ാം തീയതി റിലീസ് ആവുന്നതുകൊണ്ട് അതിന്റെ ക്ലൈമാക്സ് ഞാൻ പറയുന്നില്ല, ഞെട്ടിപ്പോയതാണ്. ഞങ്ങളെ ഞെട്ടിച്ചതാണ്. പാലേറും നാടായ പാലേരിയില് പാടിപ്പതിഞ്ഞൊരു പാട്ടുണ്ടല്ലോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഏറെ നാളുകൾക്ക് ശേഷം നമ്മൾ റിലീസ് ചെയ്യണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച പാലേരി മാണിക്യം 15 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഇന്ന് പാലേരി മാണിക്യം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി എന്നോടൊപ്പം ഉള്ളത് ബാലേട്ടൻ, അതുപോലെ തന്നെ വിജയൻ കരന്തൂർ, വിജയൻ വി നായർ. വിജയേട്ടൻ നമസ്കാരം. സന്തോഷം. നമ്മളെല്ലാം ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആണ്. കാരണം 15 വർഷങ്ങൾക്ക് ശേഷം പാലേരി മാണിക്യം വീണ്ടും ഞങ്ങളിലേക്ക് എത്തുകയാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ അന്ന് ടി വിയിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കണ്ടൊരു സിനിമ ഇപ്പോൾ തിയേറ്ററിലേക്ക് വരുന്നു, അത് മമ്മൂട്ടി ട്രിപ്പിൾ റോളിലെത്തി അഭിനയിച്ച. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ്? എക്സൈറ്റഡ് ആണോ? എങ്ങനെയാണ് ഈ ഒരു സിനിമ വന്നതിൽ? തീർച്ചയായിട്ടും ഞങ്ങളും കൂടുതലായിട്ട് എക്സൈറ്റഡ് ആണ്. അതിൻ്റെ ഒരു മാത്രമല്ല ഒരു കുറേ കൂടി വിഷ്വൽ ഇമ്പാക്റ്റ് ഒക്കെ അതെങ്ങനെയായിരിക്കും പ്രേക്ഷകർ സ്വീകരിക്കുക, പഴയ ഒരു ഫോമിൽ നിന്ന് എങ്ങനെ ഡിജിറ്റലൈസ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ ഒരു ക്വാളിറ്റി എന്തായിരിക്കും എന്നൊക്കെയുള്ള അങ്ങനെ അത് തിയേറ്ററിൽ ഇരുന്നിട്ട് ഒരു ഗംഭീരമായിട്ടുള്ളൊരു ദൃശ്യശ്രാവ്യാനുഭവമായി മാറുമോ എന്നൊക്കെയുള്ള രീതിയിലുള്ള, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, തികച്ചും സാങ്കേതികമായിട്ടുള്ള ചില മിനുസപ്പെടുത്തലുകളോടൊക്കെ. പക്ഷേ ഞങ്ങൾക്ക് ഒരു ഉറപ്പുണ്ട്, എന്തായാലും പുതിയ തലമുറ അതവർക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ പഠിക്കുന്ന കുട്ടികൾക്ക്, അത് ഞാൻ ഒരു ഭംഗ്യന്തരേണ പറയല്ല, കൃത്യമായിട്ടും അതൊരു ചർച്ച ചെയ്യപ്പെടേണ്ട സിനിമ, ആ സിനിമയുടെ ഒരു മേക്കിംഗ്, ആ സിനിമ ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ്, ഒരു ചരിത്ര സിനിമ ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട ചില കാര്യങ്ങൾ, ഒരു നോവൽ സിനിമയിലേക്ക് വരുമ്പോൾ അതിൽ എങ്ങനെയൊക്കെ അത് പാകപ്പെടുത്താം. കാരണം അതൊരു പദാനുപത തർജ്ജമയായി പോകുന്നത് അതിൻ്റെ ഒരു വലിയൊരു പതനമായിരിക്കും. പക്ഷേ ആ വിഷയത്തെ എടുത്ത് അതെങ്ങനെ ഒരു സിനിമാറ്റിക് ആയി അത് ട്രീറ്റ് ചെയ്തു എന്നുള്ളതൊക്കെ ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ട. ഇപ്പൊ ആടുജീവിതം അതൊരു നോവലിനെ സിനിമയാക്കിയപ്പോൾ നമ്മള് ഞെട്ടിപ്പോയിരുന്നു. അതുപോലെ തന്നെ പാലേരി മാണിക്യവും ടി പി രാജീവന്റെ നോവലിനെ ആസ്പദമാക്കി തന്നെയാണ് രഞ്ജിത്തേട്ടൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ടി വിനേക്കാളും നമുക്ക് സ്ക്രീനിലേക്ക് തിയേറ്ററിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ആ പുസ്തകത്തിനേക്കാളും കൂടുതൽ ആൾക്കാരിലേക്ക് സ്വാധീനിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും പറ്റും. അത് അന്ന് ആ കാലഘട്ടം ഈ 15 വർഷങ്ങൾക്ക് മുൻപ് തന്നെ അത് രഞ്ജിത്ത് സാധിപ്പിച്ചെടുത്തിട്ടുണ്ട്. കാരണം ജനങ്ങൾ അത്ര കണ്ട് പ്രേക്ഷകർ ആ സിനിമയെ ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം ഒരു കാലത്ത് മലയാള സിനിമയിൽ നോവലുകൾ ബേസ് ചെയ്തിട്ട് ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, പിന്നീട് അത് വളരെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത്രയും ശക്തമായൊരു നോവല് അതിലേറെ ശക്തമായിട്ട് വെള്ളിത്തിരയിൽ വരിക എന്ന് പറയുന്നത് മാത്രമല്ല, അതിലുള്ള ഈ പറഞ്ഞ മാതിരി ഒട്ടനവധി കഥാപാത്രങ്ങൾ, ഒട്ടനവധി സംഭവങ്ങൾ, ഇതിനൊക്കെ ആറ്റിക്കുറുക്കി കൊണ്ടുവന്നൊരു തിരക്കഥ എഴുതുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ഇതുള്ള ശ്രമകരമായൊരു ജോലിയാണ്, വളരെ ശ്രമകരമായിട്ടുള്ള. അതുമാത്രമല്ല ഡയറക്ടോറിയൽ സെക്ഷൻ, ആ തിരക്കഥ എഴുതിയ രഞ്ജിത്ത് തന്നെ തികച്ചും വ്യത്യസ്തമായ ഡയറക്ടോറിയൽ സെക്ഷനിൽ വേറൊരു തരം പിക്ചറൈസേഷനും തികച്ചും ഇതിൻ്റെ സബ്ജക്റ്റിനോട് യോജിക്കുന്ന രീതിയിലുള്ള അതിനനുയോജ്യമായിട്ടുള്ള ക്യാമറാമാനും മനോജ് പിള്ള എന്ന് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അന്ന് പ്രേക്ഷകർക്ക് ഒരു അത്ഭുതമായിരുന്നു ആ സിനിമ. നല്ലൊരു ശതമാനം ഇന്ന് ഈ നമ്മുടെ ഒരുപാട് ഈ 15 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു തലമുറ അത് കണ്ടിട്ടില്ല. പാലേരി മാണിക്യം കേട്ട് പരിചയം മാത്രമേ ഉള്ളൂ. ഇന്നും ആ ഞങ്ങളൊക്കെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എറണാകുളത്തിൽ ഇറങ്ങിയ ഒരു ഹോട്ടലിൽ കയറിയപ്പം എല്ലാവരും ഞങ്ങളെ നോക്കുന്നുണ്ട്. അവസാനം ചോദിച്ചു, നിങ്ങൾ പാലേരി മാണിക്യത്തിലുള്ള സിനിമ? അപ്പം ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ആ സിനിമ കിടക്കുന്നുണ്ട്, അവർ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട്.
ചിലപ്പോൾ സിനിമയ്ക്ക് ശേഷമാക്കാം വീണ്ടും ആ നോവൽ വായിക്കാൻ ജനങ്ങൾ. അതെ. അപ്പൊ ഇത്ര തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ ഈ സിനിമ രണ്ടാമതോ മൂന്നാമതോ കണ്ടാലും നമുക്ക് കൊതി തീരൂല. അതിന്റെ കഥ അങ്ങനെ ഒരു കഥയാണ്. തികച്ചും ഓരോ തവണ കാണുമ്പോഴും ഒരു പുതുമയുണ്ട് അതിൽ, ശക്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞു. ഒരു കാലഘട്ടത്തിന്റെ കഥയാണ് അത് പറയുന്നത്. ഒരു സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തില് ഇപ്പൊ ബാലേട്ടൻ കുറ്റ്യാടി പ്രദേശത്തുകാരനാണ്, പുള്ളിയുടെ ചുറ്റുപാടാണ് ഈ കഥയൊക്കെ നടക്കുന്നത്. അത് കൃത്യമായ രാഷ്ട്രീയമുണ്ട്, കൃത്യമായ ആ ഒരു സമൂഹത്തിന്റെ പൊതു സ്വഭാവം വരച്ച് കാണിക്കുന്നുണ്ട്, ജനങ്ങളുടെ സ്വഭാവം പറയുന്നുണ്ട്, അന്നത്തെ ചരിത്രപരമായിട്ടുള്ള ചില തിരുശേഷിപ്പുകൾ അതിൽ കാണിക്കുന്നുണ്ട്. ഭൂപ്രമാണിത്വം, അതെ, അതിൻ്റെ ഒരു ആർക്കിടെക്ചർ കാണിക്കുന്നുണ്ട്, ജനങ്ങളുടെ സ്വഭാവം കാണിക്കുന്നുണ്ട്, മാടമ്പിത്തരം എന്താണെന്ന് കാണിക്കുന്നുണ്ട്, അയിത്തം എന്താണെന്ന് കാണിക്കും. അപ്പോൾ അങ്ങനെ ഒരു പീരീഡ്, ആ കാലഘട്ടത്തെ പ്രതിദാനം ചെയ്യുന്ന ഒരു സിനിമ എന്ന രീതിയിൽ കൃത്യമായിട്ടൊരു പീരീഡ് സിനിമ അനുവർത്തിക്കേണ്ട. പലരും കോംപ്രമൈസ്, പീരീഡ് സിനിമയിൽ പലതും നമ്മൾക്ക് ചിലത് കാണുന്നത് വളരെ കോംപ്രമൈസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സാധനം കിട്ടാനില്ല സാർ എന്ന് പറയാം, എന്നാൽ മറ്റേ വെച്ചാൽ പറയും. പക്ഷേ ഒരു കോംപ്രമൈസും തയ്യാറാവാതെ കൃത്യമായിട്ട് നമ്മൾക്ക് ഒരു വൈബ്, ഇപ്പോഴത്തെ ഭാഷയിൽ പറയുമ്പോൾ ആ ഒരു ഹിസ്റ്ററിനെ പറ്റിയൊരു, എനിക്കൊന്നും ബാലേട്ടനിലേക്ക് വരാം. ബാലേട്ടൻ ആണെങ്കിൽ സിനിമയിലേക്ക് ഡയറക്റ്റ് എൻട്രി അങ്ങനെ വന്നതാണ്, ഡയറക്റ്റ് ആയിട്ട്, അതായത് ഓഡീഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതെ ഡയറക്റ്റ് ആയിട്ട് തന്നെ. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു സമയം, എങ്ങനെയായിരുന്നു ആ സിനിമ ബാലേട്ടനിലേക്ക് എത്തുന്ന പാലേരി മാണിക്യം? ഞാനന്ന് സ്കൂളിൽ ജോലി ചെയ്തു, അധ്യാപക ജോലി ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് നാടകത്തിൽ നിന്ന് കുറച്ച് വിട്ടു നിൽക്കായിരുന്നു. അതിന് മുമ്പ് രഞ്ജിത്തിന് പരിചയമുണ്ട്, നാടകക്കാരനാണെന്നും കണ്ടിട്ടുണ്ട്. അല്ലാതെ ഒരു ആത്മബന്ധമൊന്നുമില്ല, നാടകക്കാരനുള്ള ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ വിൽസൺ സാമുവൽ സംഗമം തിയേറ്റേഴ്സിൻ്റെ ഉടമയും ഇന്നും ഉണ്ട് അദ്ദേഹമാണ് എന്നോട് ഇത് പറയുന്നത്. നിൻ്റെ നാട്ടിൽ നടന്ന സംഭവമല്ലേ പാലേരി മാണിക്യം, അത് തീർച്ചയായിട്ടും എൻ്റെ വീടുമായിട്ട് വളരെ ബന്ധപ്പെട്ടാണ് എന്നൊക്കെ പറയും. എന്നാൽ രഞ്ജിത്തിനൊന്ന് കാണണ്ടേ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയാനാവില്ല, രഞ്ജിത്തിന് അറിയാത്ത കുറേ കാര്യങ്ങൾ അത് ഉണ്ട് താനും. അദ്ദേഹം ശരിക്കും ആ നാട്ടിൽ ജീവിച്ചല്ലല്ലോ രഞ്ജിത്ത്, പക്ഷെ അവിടുത്തെ ലാംഗ്വേജും സംഭവങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട്, എന്നെ കുട്ടിക്കാലത്ത് തന്നെ ഞങ്ങളൊക്കെ വികൃതി കളിക്കുമ്പം വികൃതി കളിക്കാതിരിക്കാൻ ഭയപ്പെടുത്തുന്നത് മാണിക്യത്തിന് വിളിക്കുകയെ എന്ന് അമ്മ പറഞ്ഞു. അത് നാടൻ ഭാഷയിലാണ് പറയുക. ചോറുന്നോ അല്ലെ മാണിക്യത്തിന് വിളിക്കും, ഞാൻ ആ ഭാഷയിലാണ് പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് ഭയപ്പെട്ട് മാണിക്യം വരുന്നുള്ള പേടി, അങ്ങനെ ഞങ്ങൾക്കൊരു പേടി സ്വപ്നമായിരുന്നു മാണിക്യം. അങ്ങനെ ഒരു അറിയുന്നതുകൊണ്ട് രഞ്ജിത്തൻ എന്നെ പോയി കാണാൻ പറഞ്ഞു, പോയി കണ്ടു. അപ്പോൾ എന്നെ കൊണ്ട് ചെറിയ സംഭവം ചെയ്യിച്ചു. അപ്പോൾ എനിക്കിത് അറിയാമല്ലോ, മനസ്സിലുള്ളിലുണ്ടല്ലോ ഇത് പാലേരി മാണിക്യം എവിടുത്തെ സംഭവം എന്നുള്ളത്. ആ രൂപത്തിലാണ് ചെയ്തപ്പോൾ നീ വാ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ഒരു അഭിനയിക്കാൻ അവസരം കിട്ടി. ഇപ്പം എനിക്ക് തോന്നുന്നു പറഞ്ഞപ്പോഴാണെങ്കിലും സ്ലാങ്ങുകളെ പറ്റി പറഞ്ഞു. മമ്മൂക്ക ഈ സിനിമയ്ക്കകത്ത് ഗംഭീരമായിട്ട് ഓരോ സ്ലാങ്ങിൽ സംസാരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഏത് ദേശത്തെ കൊടുക്കുവാണെങ്കിലും, ഇപ്പം ട്രിവാൻഡ്രം ടു എവിടെ കൊടുക്കുവാണെങ്കിലും മമ്മൂക്ക അത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം എങ്ങനെയായിരുന്നു ഫസ്റ്റ് മമ്മൂക്കിനെ കണ്ടപ്പോൾ, മമ്മൂക്ക ഇങ്ങനെ ഈ രീതിയിൽ സംസാരിക്കുന്നതൊക്കെ കേട്ടപ്പോൾ ബാലേട്ടന്? അത് അത്ഭുതപ്പെടുത്തിയത് മാത്രമല്ല, ഈ സിനിമയിൽ നേരിട്ട് ശരിക്കും ആ ഭാഷ ഉപയോഗിച്ചിട്ടില്ല. ആ സിനിമയിലുള്ള ഭാഷയും ഞാൻ സംസാരിച്ച ഭാഷയും രണ്ടും രണ്ടാണ്. കുറച്ച് വിഷയങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. യഥാർത്ഥത്തിൽ മമ്മൂക്കയും അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ആളാണ് സിദ്ദീഖും നന്നായിട്ട് അത് ഭാഷ കൈകാര്യം ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഓരോന്നിനോട് എന്നോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെ പറയാമെന്നൊക്കെ ചോദിച്ചു. അത് ലോകം ചെയ്യുമ്പോഴും അത് ചോദിച്ചു ഒരുമിച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ അത് മമ്മൂക്കയിൽ നിന്ന് അത്ഭുതം തോന്നി എനിക്ക്. ഇതെങ്ങനെ വരുന്നു, ഞങ്ങൾ പറയും പോലെ തന്നെ വരാൻ സാധ്യതയില്ലല്ലോ ശരിക്കും, എവിടെയെങ്കിലും പോകുമല്ലോ, എന്നാൽ ശരിക്കും കറക്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വിജയൻ ചേട്ടാ, എവിടെയൊക്കെയായിരുന്നു ഈ ഒരു പാലേരി മാണിക്യത്തിന്റെ ലൊക്കേഷൻ എല്ലാം? പാലേരി മാണിക്യത്തിന്റെ മെയിൻ ലൊക്കേഷൻ, ഈ മാണിക്യത്തിന്റെ വീട്, കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന വീടൊക്കെ മുക്കത്തിനടുത്ത്, അരീക്കോട് അടുത്തുള്ള ഒരു സ്ഥലം, തൃക്കളയൂർ എന്ന് പറഞ്ഞ ഒരു വലിയൊരു പഴയൊരു അമ്പലമുണ്ട്, അതിൻ്റെ പരിസര പ്രദേശത്താണ്. അവിടെ സെറ്റ് ഇട്ടിട്ടാണ് സംഭവം ചെയ്തത്. അതാണ് ഒരു മെയിൻ ലൊക്കേഷൻ. പിന്നെ അത് വന്നിട്ട് എലത്തൂർ ആ ഭാഗത്ത് പുഴയുടെ ഒരു സൈഡ്, മുക്കത്തുണ്ട്, ഹരിദാസന്റെ വീട് മുക്കത്ത്. അതേപോലെ വേറെ ക്രിസ്ത്യൻ കോളേജായിരുന്നു ആ കോടതിയൊക്കെ ആയിട്ട്. അതിൽ യഥാർത്ഥത്തിൽ രാമസ്വാമി അയ്യർ എന്നൊരു വക്കീലിൻ്റെ മകനാണ് മഞ്ചേരി സുന്ദർരാജ്. മഞ്ചേരി രാമസ്വാമി അയ്യരുടെ മകനാണ് മഞ്ചേരി സുന്ദർരാജാണ് അതിൽ അയാളെ അച്ഛനായിട്ട് അഭിനയിച്ചത്. പിന്നെ കോഴിക്കോട് ലീഡിംഗ് അഡ്വക്കേറ്റ് ആണ്. അതേപോലെ വേറൊരു വക്കീലായിട്ട് അഭിനയിച്ച നമ്മളുടെ ചേമഞ്ചേരി നാരായണൻ. അപ്പൊ ഞങ്ങളെ കൂടെ ഇപ്പോൾ ഇതിൽ അഭിനയിച്ച 9 ആള് ഇല്ല. ഈ പാലേരി മാണിക്യ 15 വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് 9 സഹനടന്മാർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 9 സഹനടന്മാർ, 8 സഹനടന്മാരെയും ഇതിൻ്റെ മെയിനായിട്ടുള്ള ടി പി രാജീവൻ്റെ തലച്ചോർന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സർഗസൃഷ്ടിയാണിത്. ഒരു ചരിത്രത്തെ വളരെ സർഗാത്മകമായി രേഖപ്പെടുത്തിയിട്ടുള്ള, ഒരിക്കലും അതൊരു ഡോക്യുമെൻറ്റേഷൻ അല്ല,
ആ നോവൽ നമുക്ക് മറ്റുള്ള ഏത് നോവൽ വായിച്ച് പോകുമ്പോൾ തന്നെ നല്ല ഫ്ലോ ഉള്ള ഒരു നോവലാണ്. നേരെ മറിച്ച് അതിനൊരു എന്നാലോ ആ കാലത്തെ ചരിത്രം പറയുന്നുണ്ട്, അക്കാലത്തെ ഈ കഥാപാത്രങ്ങളുടെ പൊതു സ്വഭാവം പറയുന്നുണ്ട്, ഓരോ കഥാപാത്രത്തിനും അതിൻ്റേതായ വ്യക്തിത്വമുണ്ട്. അപ്പോൾ എനിക്ക് മമ്മൂക്കാൻ്റെ കൂടെ അഭിനയിക്കുന്ന ഒരു പുതിയ ഒരു അനുഭവമല്ല, കാരണം ഞാൻ ബ്ലാക്ക് തൊട്ട് മമ്മൂക്കാൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷേ മുതുവൻ അഹമ്മദ് ഞാൻ ഈ 14 ദിവസത്തെ ഒരു ഗ്രൂമിങ് ക്യാമ്പ് ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു ഒബ്സർവറായിട്ട് അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഈ 14 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഇതിൻ്റെ കാസ്റ്റിംഗ് അനൗൺസ് ചെയ്യുന്നത്. അന്ന് വരെ ഇപ്പോൾ ആർക്കും അറിഞ്ഞൂടാ ഏതാണ് ക്യാരക്ടർ നമുക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ ഓരോരുത്തരും ഇങ്ങനെ അതിൽ ക്യാമ്പിൽ പങ്കെടുത്ത് തന്നെ 3 ആൾക്ക് അതിൽ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. ഒന്ന് ചെന്നൈയിൽ നിന്ന് വന്ന ഒരാൾക്ക് ഒരു ലത്തീഫ് ഉദയകുമാർ അഭിനയിച്ചിട്ടുണ്ട്. ലത്തീഫിന് അത് അഭിനയിക്കാൻ പറ്റാത്തൊരു രവി പുത്തലത്ത് എന്ന് പറഞ്ഞൊരു നടൻ, അതുപോലെ ബിനോയ് നമ്പാല, അങ്ങനെ ഒരു 3 ആൾക്ക് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും ആ ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവരും ഇതിൽ അഭിനയിച്ചു. അത് ഓരോ ക്യാരക്ടേഴ്സ് ചെറുതാണെങ്കിലും ഒരു വ്യക്തിത്വമുള്ള ക്യാരക്ടേഴ്സ്, ഐഡന്റിറ്റി ഉള്ള ക്യാരക്ടേഴ്സാണ്. എനിക്ക് തോന്നുന്നു വിജയൻ ചേട്ടൻ അതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ ആയിട്ടും ഉണ്ടായിരുന്ന ആളുകൂടെയല്ലായിരുന്നു. അപ്പൊ എങ്ങനായിരുന്നു അതിലേക്ക് ആൾക്കാരെയൊക്കെ? അല്ല, ഇതിന്റെ ഒരു ഇത് തുടക്കം പറയുകയാണെങ്കിൽ രഞ്ജിത്തിനെ എനിക്ക് ആദ്യം അറിയാം. പക്ഷേ അപ്പോൾ രഞ്ജിത്ത് ഒരു ദിവസം എന്നെ വിളിച്ചു, എന്നെ നായരെന്ന് വിളിക്കുക. നായരെ എവിടെയുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയാം ടൗണിലുണ്ട്. അത് ഒന്ന് മഹാറാണിലേക്ക് വരുമെന്ന് പറഞ്ഞു. മഹാറാണിലേക്ക് ഞാൻ ചെന്നപ്പോൾ എനിക്കൊരു ബുക്ക് എടുത്തു തന്നു. ഈ പാലേരി മാണിക്യം എന്ന് പറഞ്ഞ ബുക്ക് എനിക്ക് എടുത്തു, നോവല്. അപ്പം ഞാൻ നോവൽ എടുത്ത് തന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം എന്തിനാ എനിക്കിപ്പോൾ ഈ ബുക്ക് തരുന്നത്. കാരണം ഞാൻ നാടകം ഡയറക്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ അഭിനയിക്കുന്ന നാടകം, ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന നാടകം ഞാൻ 10 50 തവണ വായിക്കും, വ്യത്യസ്ത ആംഗിളിൽ. അല്ലാതെ വേറൊരു ഭയങ്കര വായനക്കാരൻ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ വായിക്കാറില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇതിലെന്തോ ഒരു ദുരുദ്ദേശമുണ്ട്. അപ്പം ഞാനത് ബുക്ക് കൊണ്ടതിന് ശേഷം ഞാൻ ഒരിക്കലും വായിക്കാത്ത ഞാനത് വായിച്ചു. 1 അല്ല 2 തവണ വളരെ ശ്രദ്ധയോടെ വായിച്ചു. അവിടുന്ന് 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ രഞ്ജിത്ത് എന്നെ ഫോൺ ചെയ്തു, ഇതേമാതിരി വിളിച്ചു. എവിടെയുള്ള? ഞാൻ പറഞ്ഞു അന്ന് മഹാറാണിലേക്ക് ഒരു കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മഹാറാണിൽ ചെന്നു. പാലേരി മാണിക്യത്തിൻ്റെ കഥ പറയാൻ തുടങ്ങി അദ്ദേഹം, രഞ്ജിത്ത്. അങ്ങനെ കഥ പറയാൻ തുടങ്ങി, കഥ തെറ്റിച്ച് പറയാൻ തുടങ്ങി. കുറച്ചങ്ങോട്ട് പോയപ്പോൾ കഥ ഇങ്ങനെ വേറെ ക്യാരക്ടർ പറയുന്നൊക്കെ ഇങ്ങനെ മാറി പറയും. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയല്ലല്ലോ, അത് ഇന്ന കഥാപാത്രമല്ലേ പറയുന്നത്, അത് അയാളല്ലല്ലോ പറയുന്നത്, ഇതല്ലേ. അപ്പൊ കുറച്ച് കഴിഞ്ഞ് അങ്ങനെ പോയി, കുറച്ചും കൂടെ പിന്നെ മൂപ്പര് ചിരിച്ചു, വായിച്ചിട്ടുണ്ടല്ലേ? ഞാൻ പറഞ്ഞ 2 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ബുക്ക് തന്നപ്പോഴേ എനിക്ക് തോന്നി ഇതിന്റെ പിന്നിൽ എന്തോ ഉദ്ദേശം ഉണ്ട് എന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു ഇതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടറിൽ ഒരാൾ വിജയനാണ്. നമുക്ക് വേണ്ടത് കോഴിക്കോട് ഭാഷ സംസാരിക്കുന്ന ആർട്ടിസ്റ്റുകളാണ്. അല്ലാണ്ട് കറക്റ്റ് ഇപ്പം ബാലൻ്റെ നാട്ടിലുള്ള പാലേരിമാണി അവിടെ ഉള്ള സ്ഥലത്തുള്ള സ്ലാങ് കറക്റ്റ് എല്ലാവർക്കും പെട്ടെന്ന് പറയാൻ പറ്റൂല. ബാലിന് പറയാൻ പറ്റും, പക്ഷെ നമുക്കൊന്ന് പെട്ടെന്ന്. പക്ഷെ കോഴിക്കോട് ഒരു കൊളോക്കിയലായിട്ടുള്ള ഒരു ഇതുണ്ട് ഭാഷ, അത് അറിയാവുന്നവർ. അപ്പോൾ കോഴിക്കോടുള്ളവർക്ക് അത് കൂടുതൽ സാധ്യമാവുള്ളൂ. പുറത്തുള്ള ഒരാൾ അവിടെയാണ് മമ്മൂക്ക മാറി നിൽക്കുന്നത് ഞങ്ങളിൽ നിന്ന്. ഇതൊന്നും അറിയാത്ത അദ്ദേഹം വളരെ ഭംഗിയായിട്ട് കോഴിക്കോട് ഭാഷ പറഞ്ഞു അത് ചെയ്തു എന്നുള്ളതാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും അനുഭവ സമ്പത്തും അതൊക്കെയാണ്. പക്ഷെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ 600 അപ്ലിക്കേഷൻസാണ് വന്നത്. 600 പേപ്പറിൽ കൊടുത്തു. പേപ്പറിൽ കോൾ ഫോർ ചെയ്തപ്പോൾ 600 എണ്ണം വന്നു. അങ്ങനെ പിന്നെ രഞ്ജിത്തും ഉണ്ട്, ഞാനും ഉണ്ട്, പിന്നെ വേറെ ഏതോ ഒരാളും കൂടി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള. ഇത് ഓരോ കവർ പൊളിച്ചു വെക്കുക, വായിക്കുക, ഫോട്ടോ മാറ്റി വെക്കുക, അങ്ങനെ 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 വായിച്ചു. അപ്പോൾ എല്ലാം ഒരുവിധം ഞാൻ അറിയുന്ന ആൾക്കാരാണ്, കാരണം നാടകത്തിലുള്ള ആൾക്കാർ കോഴിക്കോടുള്ള. അങ്ങനെ 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 100 ആളെ നമ്മൾ സെലക്ട് ചെയ്ത് നോക്കി. കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ ഫേസ്, ശരീരം ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെയുള്ളൊരു 100 ആളെ. പിന്നെ അവർക്ക് യൂത്ത് ഹോസ്റ്റലിൽ വെച്ചിട്ട് പിന്നെ 3 ക്യാമറ വെച്ചിട്ട് അവരെ ഓഡിഷൻ ഇത് വെച്ചു. അതിനും ഞാൻ ജഡ്ജാണ്. അപ്പോൾ അങ്ങനെ ഓഡിഷൻ നമ്മൾ ഓരോ സബ്ജക്റ്റ് കൊടുക്കുന്നു. ഈ കഥാപാത്രങ്ങളായിട്ട് ഓരോരുത്തരെ കണ്ടാൽ നമുക്കറിയില്ല. ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ രഞ്ജിത്ത് സംസാരിച്ചിട്ടുണ്ട്, ഈ കഥ ഇയാൾക്ക് ഇന്ന ക്യാരക്ടർ ഇന്ന. അപ്പോൾ അത് ബാക്കിൽ രഞ്ജിത്ത് മോണിറ്ററിൽ നോക്കുന്നുണ്ട്, കംപ്ലീറ്റ് വാച്ച് ചെയ്യുന്നുണ്ട് ബാക്കിൽ ഇരുന്നിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ തോന്നുന്ന ആ കഥാപാത്രം തോന്നുന്ന ഒരു ഇത് സബ്ജക്റ്റ് കൊടുക്കും. അങ്ങനെ ചെയ്ത് അങ്ങനെ അങ്ങനെ കഴിഞ്ഞു. അതിൽ 30 ആളെ സെലക്ട് ചെയ്തത്. അത് കഴിഞ്ഞ് അവർക്ക് പിന്നെ ക്യാമ്പ്, 10 ദിവസത്തെ ക്യാമ്പാണ് നമ്മൾ യൂത്ത് ഹോസ്റ്റലിൽ വെച്ചിട്ട്. അപ്പോൾ അത് മുരളി മേനോനാണ് ക്യാമ്പ് ചെയ്യുന്നത്. മുരളി മേനോൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് കോഴിക്കോട് ഒരു ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തതും ഞാൻ മുരളി ഒരുപാട് നാടകങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ആൾക്കാരാണ്. അപ്പോൾ രഞ്ജിത്തും പറഞ്ഞു വിജയൻ ഇവിടെ ഉണ്ടാവണം. രഞ്ജിത്ത് ഞാനും ഉണ്ടാവും, വിജയനും ഇവിടെ ഉണ്ടാവണം. കാരണം ഇവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ, പിന്നെ കോഴിക്കോട് നാടകക്കാരാണല്ലോ, അവർക്ക് നമ്മളെ അത്ര നന്നായിട്ട് അറിയില്ല, എനിക്ക് അവരെയും നന്നായിട്ട് അറിയാം. അങ്ങനെ വന്നു.
ക്യാമ്പൊക്കെ കഴിഞ്ഞു, ലാസ്റ്റ് പിരിയുന്ന ദിവസം. അപ്പോൾ ഇവർക്ക് ആർക്കും അറിയില്ല ഇവർ ഏത് ക്യാരക്ടറാണ് ചെയ്യുന്നത്, ആരെന്താ ചെയ്യുന്നത്. പക്ഷേ രഞ്ജിത്ത് ഓരോരുത്തരെയും വാച്ച് ചെയ്തിട്ട് മനസ്സിൽ ഇത് തുടങ്ങി അന്ന് മുതൽ ഓരോരുത്തർക്ക് പറ്റിയ ഓരോരുത്തരെ നടത്തും, നിൽപ്പും, ചിരിയും, കളിയും, വർത്തമാനം, ജസ്റ്റേഴ്സ് എല്ലാം അദ്ദേഹം മനപ്പാടാക്കി വെച്ചിട്ടുണ്ട്. നല്ലോണം പഠിക്കുന്നുണ്ട്. പഠിച്ച് അവസാനം ഈ 10 ദിവസത്തിനുള്ളിൽ ലാസ്റ്റ് ദിവസം എല്ലാ ചാനലൊക്കെ വിളിച്ച് അതെല്ലാം പത്രക്കാരെ വിളിച്ചു ഡിക്ലെയർ ചെയ്യാണ് ആരൊക്കെയാണ് ഇന്ന ക്യാരക്ടർ അങ്ങനെ ഓരോരുത്തർ ചെയ്യുന്നു. ഓരോരുത്തരുടെ ഇങ്ങനെ പറയുന്നത് ഇദ്ദേഹമാണ്. ഇതിപ്പോൾ ബാലനെ വിളിക്കുകയാണ്, ബാലനെ വിളിച്ച് ഇന്ന ക്യാരക്ടർ ചെയ്യുന്നത് ബാലൻ, വിജയനെ വിളിച്ചിട്ട് പറയും ഇന്നതാൾ. അപ്പോൾ പത്രക്കാർ അത് വാച്ച് ചെയ്തു. അതിൻ്റെ തൊട്ട് ഞാൻ പുറത്തിരിക്കുന്നുണ്ട്, ഞങ്ങൾ സൈഡിൽ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് രഞ്ജിത്ത് അമ്പാടി എന്നോട് വന്നിട്ട് പറഞ്ഞത് വിജയുടെ താടി പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു എന്തിന് എൻ്റെ താടി പഠിക്കുന്നത്, നടന്മാർ അവിടെ ഇരിക്കുന്നത്, താടി പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്തിന് എൻ്റെ താടി പഠിക്കുന്നത്, അത് അവരോട് അല്ല രഞ്ജിത്തേട്ടൻ പറഞ്ഞതാണ്, അങ്ങനെയാണ്. അപ്പൊ സത്യം പറയാണ് ഞാനും വിചാരിച്ചു കുറെ കൊല്ലം എൻ്റെ മുഖം ഞാൻ കണ്ടിട്ട് താടി പഠിച്ച അന്ന് നല്ല താടിയുണ്ട്. അപ്പോൾ ഞാൻ പോയിരുന്നു. താടിയൊക്കെ പഠിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അഴുകിയ തോർത്ത മുണ്ട് എനിക്ക് കൊണ്ടു തന്നു. ഇത് ഉടുക്കിക്കൊള്ളു, പാൻ്റ് വെച്ചിട്ട് തുടങ്ങി. ഞാൻ പറഞ്ഞു എന്താ ഇങ്ങനെ പുറത്ത് ഞാൻ എന്താ കളിക്കുന്നത്, കോഴിക്കോട് ഭാഷയിലുണ്ടല്ലോ, വെറുതെ ആളെ ബോറടിപ്പിക്കല്ലോ എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം വിജയുടെ രഞ്ജിത്ത് സാറ് പറഞ്ഞതാണ് നിങ്ങളോട്. ഞാൻ എടുത്തു. അങ്ങനെ എല്ലാവരും കഴിഞ്ഞു. അവസാനം അതിനുള്ളിൽ ഒരാൾ പുറത്തേക്ക് ചേട്ടാ നിങ്ങൾ എൻ്റർ ചെയ്യുന്നല്ലോ. ഞാൻ എൻ്റർ ചെയ്തിട്ട് അപ്പം എൻ്റെ മുടി ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് ഫാഷൻ പരേഡ് ആയിരുന്നു ശരിക്കും പറഞ്ഞാല്. കോസ്റ്റ്യൂം പരേഡ്, ഓരോ ക്യാരക്ടേഴ്സ് പേര് വിളിക്കുന്നതിനനുസരിച്ച് അപ്പിയറൻസിൽ വരിക. കയറി വന്ന് ഞാൻ ഇവരിങ്ങനെ അപ്പം എൻ്റെ കൂടെ അത്ര കാലം അഭിനയിച്ചവരും എൻ്റെ കൂടെ എൻ്റെ ഡയറക്ഷൻ കീഴിൽ അഭിനയിച്ചവരൊക്കെയാണ് ഈ ഇരിക്കുന്നത്. അവർക്ക് എന്നെ നന്നായിട്ടറിയാം. പക്ഷെ താടി പഠിച്ചൊരു വിജയനെ അവർ കണ്ടിട്ടില്ല. മീശ ചെറുതാക്കി മുടിയൊക്കെ ക്രോപ്പ് ചെയ്തൊരു വിജയനെ കണ്ടിട്ടില്ല. അപ്പൊ അവരിങ്ങനെ നോക്കി ആർക്കും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ രഞ്ജിത്ത് ഒരു ഡ്രാമ ഇട്ട അവിടെ. ധാര ഇയാളെ കൊണ്ട് കയറ്റിയത് എന്താ കളിക്കുന്നത്, ആരെ നോക്കാൻ ആരുമില്ലേ, ശ്രദ്ധിക്കാൻ ആരില്ല, എന്തിനാ കയറ്റിയത് എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ വന്ന് രഞ്ജിത്ത് ഇതേമാതിരി ഇരിക്കുന്നുണ്ട്. ഞാൻ അവിടെ താഴത്തെ അവിടെ ചമ്പ്രം പടിഞ്ഞ് അവിടെ ഇരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറയാം. അപ്പോൾ ഇവർ കൂടിയിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ ഇവരൊക്കെ തന്നെ ആരാത് ചെങ്ങായി കയറി ഒന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെന്തോന്നും പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചുപോയി. ചിരിച്ചപ്പം എൻ്റെ ഈ വിട്ട പല്ല്, അകന്ന പല്ല് ഇവർ കണ്ടു. അത് കോഴിക്കോട് നാടകവേദിയിൽ എനിക്കേ ഉള്ളൂ. അത് വിജയേട്ടനല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇവർക്ക് മനസ്സിലാവുന്നത്. കാരണം എൻ്റെ മുഖം വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണ്ണടി കാണുന്നത് വൃത്തിയായിട്ടുള്ളൊരു വൃത്തിയില്ല അങ്ങനല്ല ഞാൻ കാണുന്നത്. ഇത് വളരെ താടി വെച്ച് വളരെ ഗൗരവം അങ്ങനെ കാണുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അല്ല അവർക്ക് മനസ്സിലായത് ഇത് ഞാനാണ്. അപ്പോഴാണ് രഞ്ജിത്ത് പറയുന്നത് ഈ ഇതിലുള്ള മമ്മൂക്ക കഴിഞ്ഞാൽ ഇതിൽ സെക്കൻഡ് ഹീറോ ആയിട്ട് നിൽക്കുന്ന വില്ലൻ, ത്രൂ ഔട്ട് വില്ലൻ കുന്നുമ്മേൽ വേലായുധൻ വിജയനാണ് ചെയ്യുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ അപ്പോഴാണ് അറിയുന്നത് ആ സിനിമയിൽ കുന്നുമ്മേൽ വേലായുധനെ രഞ്ജിത്ത് മനസ്സിൽ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോഴും അദ്ദേഹം എന്നെ വാച്ച് ചെയ്യുന്നുണ്ടാവും. അദ്ദേഹം എന്റെ ബോഡി ലാംഗ്വേജും എന്റെ ഭാഷ. കുന്നുമ്മൽ വേലായുധന്റെ സഹോദരിയാണോ? അതെനിക്ക് വലിയ പരിചയമില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് സത്യം പറയുകയാണെങ്കിൽ വളരെ സന്തോഷം തോന്നി. പിന്നെ ഒരു ഉൾഭയം ഉണ്ടായിരുന്നു. ഇല്ല, അതിന് മുന്നേ ഞാൻ അടൂരിന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ലിനേന്ദ്ര, തുളസി, അങ്ങനെ കുറച്ച് ആൾക്കാരുടെ സിനിമയിലൊക്കെ അഭിനയിച്ച് എന്നെ വിളിച്ചഭിനയിച്ചു. ഞാൻ ആരുടെ അങ്ങനെ ചാൻസ് ചോദിച്ചു പോകാത്തൊരു സ്വഭാവം എനിക്കുണ്ട്. പക്ഷെ വിളിച്ച പിന്നെ ഈ പാലേരി മാണിക്യത്തിൽ ഇത് തോന്നുന്നു. പക്ഷെ ഒരു ഉൾഭയം എന്തായിരുന്നു വെച്ചാൽ മലയാള സിനിമയിലെ തലത്തൊട്ടപ്പനായ മമ്മൂട്ടിയുടെ കൂടെയാണ് അഭിനയിക്കേണ്ടത് എന്ന് ആദ്യമായിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുന്ന സിനിമയാണ് അതിനുശേഷം ഞാൻ 3-4 സിനിമ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് നല്ല ഓർമ്മയുണ്ട് നമ്മളെ ഇതാക്കണം. പക്ഷെ ആ ഒരു ഇത് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുന്നത് അതൊരു ശരിക്കും ഒരു പാഠമാണ്. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ട്. എങ്ങനെ ഒരു ക്യാരക്ടർ ബിൽഡപ്പ് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ ജസ്റ്റേഴ്സ് എങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു ക്യാമറ അത് കറക്റ്റായിട്ട് ഞാൻ പിന്നെ വാച്ച് ചെയ്യും. അദ്ദേഹം ചെയ്തത് ഇങ്ങനെ ഒരു ഇത് വെച്ചാൽ ഒരു ദിവസം ഞാൻ അദ്ദേഹം കൂടെ ഒരു 2 പേജ് ഡയലോഗ് ഉണ്ട്. ഞാൻ അദ്ദേഹം കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ആ അമ്പലത്തിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വരുന്നതാണ്. എനിക്ക് 2 പേജ് ഡയലോഗ് എവിടെ കിട്ടേ, ഞാൻ തപ്പിപ്പോയി. മമ്മൂക്ക അങ്ങനെ പറയുന്നുണ്ട്, ഞാൻ തപ്പിയോ കട്ടെ, ഞാൻ എന്തൊക്കെയോ ചുണ്ടൊക്കെ എനിക്ക് ഞാൻ വിചാരിച്ചു ലോങ് അല്ലേ, ബാക്കി ഡബ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങി എന്ന് പറഞ്ഞു മമ്മൂക്ക രഞ്ജിത്തിനോട്, അതെ ഇയാൾ ഒരൊറ്റ ഡയലോഗ് മര്യാദയ്ക്ക് പറഞ്ഞിട്ടില്ല, ഒരൊറ്റ ഡയലോഗ് പറയില്ല, ഒന്നും കൂടെ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ രഞ്ജിത്ത് രണ്ടാമത് സ്ക്രിപ്റ്റ് എടുത്ത് ഒന്നും കൂടെ വായിച്ച് എനിക്കൊരു പ്രോമീറ്റർ തന്നു. അതിൽ
കറക്റ്റായിട്ട് കേട്ട്, അല്ല അത് പ്രോമീറ്റർ ഇങ്ങനെ പറയുന്നതുകൊണ്ട് കേട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നു. ഇറങ്ങി കഴിഞ്ഞ് മൂപ്പര് പറഞ്ഞു ഇപ്പോൾ ഓക്കെ നമുക്ക് പറഞ്ഞത്. അപ്പം നമുക്ക് അതല്ല, നമുക്ക് എന്തായാലും നമ്മളെക്കൊണ്ട് വലിയൊരു നടൻ, ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഒരാൾ, മലയാള സിനിമയിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ പ്രഗത്ഭനായിട്ടുള്ള ഒരാൾ കൂടെ നിൽക്കുമ്പോൾ, അപ്പോൾ നാടകത്തിലായില്ല നമ്മളെക്കാട്ട് ഇപ്പോൾ കുഞ്ഞാണ്ടിയേട്ടൻ തുടങ്ങി പഴയ കുതിരാട്ടം പപ്പൂരെ കൂടെ നാടകം അഭിനയിച്ച ആളാണ് ഞാൻ. പക്ഷെ അവരെ കൂടെ നോക്കും നമുക്കൊരു പേടിയുണ്ടാവും, കാരണം അവരത്ര എക്സ്പീരിയൻസ്ഡ് ആണ്. എങ്ങനെ ഇട്ടാലും പൂച്ചനിട്ടാലും 4 കാലിൽ വീഴും. അതുപോലെ തന്നെ ബാലേട്ടന് ഇപ്പം മമ്മൂക്കയുടെ കൂടെയുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, ഫസ്റ്റ് സിനിമയായിരുന്നു പാലേരി മാണിക്യം. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നോ മമ്മൂക്കയായിട്ട് ചെയ്യുമ്പോൾ? ഉണ്ടായിരുന്നു. പക്ഷേ 10 ദിവസത്തെ ക്യാമ്പ് എന്ന് പറഞ്ഞല്ലോ, ആ ക്യാമ്പിൽ മമ്മൂക്ക നന്നായിട്ട് ബിഹേവ് ചെയ്തായിരുന്നു. അതോടൊപ്പം തന്നെ സിദ്ദീഖ്, കമൽ, പ്രഗത്ഭരായ സംവിധായകന്മാർ ക്യാമ്പിൽ വന്നിട്ട് നമ്മുടെ അങ്കലാപ്പങ്ങ് മാറി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ധൈര്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ കുറേ നാടക അഭിനയത്തിൻ്റെ ഒരു സിദ്ധി ഉണ്ടല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്നത്, പല വേദിയിൽ നിന്ന് കിട്ടിയ. KT മുഹമ്മദ് പ്രധാനപ്പെട്ട ഒരു ആചാര്യനാണല്ലോ, അദ്ദേഹത്തിന് നാടകത്തിൽ അഭിനയിച്ചാണ്. അപ്പോൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്ത് അഭിനയിക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് നാടകം കിട്ടിയിട്ടുണ്ട്, പക്ഷേ സിനിമയിൽ ബിഹേവിങ് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ അതിൻ്റെ കുറേ ദുരന്തങ്ങളും എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ആ ബിഹേവിങ് ആക്ട് പഠിച്ചത് ഈ പാലേരി മാണിക്യത്തിൽ കൂടിയാണ്. ഒറ്റ സീനിൽ തന്നെ, അതിപ്പോൾ ഞാൻ ആവർത്തിച്ച് പറയേണ്ടതെന്ന്. അതെ, മമ്മൂക്ക എനിക്ക് തോന്നുന്നു 3 റോളിൽ ഒരേ സിനിമയിൽ തന്നെ 3 മേക്കപ്പിലാണെങ്കിലും വന്നപ്പം നിങ്ങളെ ഏറ്റവും കൂടുതൽ ഒരു മെമ്മറബിൾ ആയിട്ടും ഓർമ്മയിലിരിക്കുന്ന ഒരു അത് ഏറ്റവും സൂപ്പറായിട്ട് നമുക്ക് ചെയ്തത്. അദ്ദേഹം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന, അപ്പം റിപ്പീറ്റേഷൻ ആണെങ്കിൽ പോലും ഇപ്പോഴും നമ്മൾ മനസ്സിൽ നിൽക്കുന്നത്, മമ്മൂക്ക ഗേറ്റ് ഇങ്ങനെ തുറന്നിട്ട് ഒരു തോർത്ത് കൊടുത്തിട്ട് ഒരു ചുരുട്ട് വലിച്ചു നിൽക്കുന്ന, അതിന് വല്ലാത്തൊരു ആംഗിൾ, ഒരു ലോ ആംഗിൾ എന്നുള്ളൊരു ഒരു 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 ഫ്രെയിം, അത് നിറഞ്ഞ് അവിടെയാണ് ഇൻ്റർമിഷൻ നമ്മൾ എഴുതി ഇടവേള. അവിടെ ഇങ്ങനെ അയാളൊരു ക്യാരക്ടർ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ആ ക്യാരക്ടർ തന്നെയാണ് സൂപ്പറായത്. മാത്രമല്ല ഒട്ടുമിക്ക സീൻ എടുക്കുമ്പോഴും നമ്മൾ അവിടെ ഉണ്ടല്ലോ, ഉള്ളത് പഠിക്കാനായിരുന്നു. എങ്ങനെയാണ് സിനിമ എടുക്കുന്നതല്ല, മമ്മൂക്ക ചെയ്യുന്ന ഒരു ക്യാരക്ടർ എങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടാണ്. കൈയ്യടി ചലനങ്ങളും കാരണം നോട്ടങ്ങളും ഒക്കെ വ്യത്യാസമായിരുന്നു. അതൊക്കെ അങ്ങേരിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. ഞാൻ പഠിച്ചെന്ന് അറിയാം, ഇപ്പം നമ്മൾ ചെറിയ ചലനങ്ങൾ, ശരീരഭാഷ വളരെ ശ്രദ്ധിക്കേണ്ടെന്ന് പഠിച്ചത് മമ്മൂക്കിൽ നിന്ന്. ഒരാൾ ഇങ്ങനെ പുകത്താനല്ല ഇത് പറയുന്നത്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ആ പാലേരി മാണിക്യം സിനിമയും മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നും. പിന്നെ നമുക്ക് നമ്മളെ ഗൈഡ് ചെയ്യും, അതാണ് നമ്മൾ ഒരു കോ ആക്ടറെ നമുക്ക് പേടി ഉള്ളിലുണ്ടെങ്കിലും പക്ഷെ പുള്ളി നമ്മളെ ഗൈഡ് ചെയ്യും. അതങ്ങനെ എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് കിട്ടിയത് ഈ സിനിമയല്ല, രാജമാണിക്യത്തിൽ ഞാനൊരു മന്ത്രി, അങ്ങനെ ഇയാളെ മമ്മൂക്ക കാറിലാണ്. അപ്പം ഞാൻ കുനിഞ്ഞെന്ന് സംസാരിക്കുകയാണ്. എനിക്ക് ഈ ഫ്രെയിം സെൻസ് ഒക്കെ വളരെ കുറവാണ്, അത്രയൊരു എക്സ്പീരിയൻസിന് പ്രശ്നം. അപ്പോൾ ക്യാമറ ഈ കാറിൻ്റെ പുറകിലാണുള്ളത്. കൃത്യമായിട്ട് നമ്മൾ തല ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ, അപ്പം ഞാൻ കുറച്ച് ഉയരത്തിലാണ് വെക്കുന്നത്, ഇവിടെ കട്ടാവും, ഇതിൻ്റെ അത്രേ കാണുള്ളൂ. അപ്പം നമുക്ക് ചോദിച്ചു, ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് അഭിനയിക്കുന്നത്? ഞാൻ പറഞ്ഞല്ല, കുനിഞ്ഞ് നിൽക്കട, എന്നാലേ എന്നെ കാണുള്ളൂ. അപ്പോൾ ആ ഒരു സെൻസ് നമുക്ക് പിന്നെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കൊരു ഫ്രെയിം സെൻസ് കിട്ടി. അങ്ങനെ ഓരോ ഇതിലും നമ്മളെ അത് പുള്ളിയുടെ ഒരു വല്ലാത്തൊരു, പുള്ളി അങ്ങനെ പറയല്ല, ആശ്രിത വത്സൽ എന്നൊക്കെ ഉള്ളൊരു വാക്ക് അന്വർത്ഥമാക്കുന്ന ഒരു പേരാണ് മമ്മൂക്കാൻ്റേത്. മമ്മൂക്കയ്ക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മമ്മൂക്ക വിൽ പ്രൊമോട്ട് ചെയ്യും. അത് അങ്ങനെ ഒരു സംഭവം, അത് പലരും അങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇദ്ദേഹത്തിന് അത് ഇയാൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ആ ഫസ്റ്റിൽ ഞാൻ ഫസ്റ്റിൽ അഭിനയിക്കുന്ന ബ്ലാക്കിലാണ് മമ്മൂക്കൻ്റെ കൂടെ. അപ്പോൾ ബ്ലാക്കിൽ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ബാലയുടെ പറഞ്ഞാൽ നമുക്കൊരു വലിയ തൊഴിൽ. അപ്പോൾ രഞ്ജേട്ടൻ പറഞ്ഞു, ഡാ നമ്മളെ സ്കൂൾ ഓഫ് ഡ്രാമ കേട്ടോ, അത് ഈ ഇതാക്കരുത്, ഈ ഒരു പേടിയിലോ ചെയ്തോ. അപ്പോൾ നമുക്ക് പരിചയപ്പെടുത്തി, ഇത് വിജയൻ കാര്യത്തിൽ സ്കൂൾ ഡ്രാമയാണല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പോൾ എന്നോട് പറഞ്ഞതാ, കോഴിക്കോട്ട് പപ്പുവേട്ടൻ്റെ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുക. ഞാൻ മനസ്സിൽ പറഞ്ഞു, പടച്ചോനെ പപ്പുവേട്ടൻ സിംഹാസനം അവിടെ ഒഴിഞ്ഞു കിടക്കുകയുള്ളൂ, അതിലൊന്നും ഇരിക്കാനുള്ള. പക്ഷെ അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് നമ്മളങ്ങനെ അങ്ങനെ ബിൽ എന്താ പറയുക, ഒന്നും നമ്മൾക്ക് ഇങ്ങനെ പൊക്കിത്തരുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ നമ്മൾ ഇപ്പൊ പാലേരി നാടിനാണെങ്കിലും ഒരുപാട് മിത്തുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം തന്നെ പാലേരി മാണിക്യത്തിൽ വന്നിട്ടുണ്ടോ? അപ്പോൾ ബാലേട്ടനാണെങ്കിൽ കൂടുതൽ അറിയാം. ഏതാണ്ട് പാലേരി മാണിക്യത്തിൽ രാജീവൻ്റെ ഒപ്പിയെടുക്കൽ അദ്ദേഹത്തിനും മറന്നുകൊണ്ട് പാലേരി മാണിക്യം സിനിമ ഇല്ല എന്ന് തന്നെ പറയാം. അത്രയും മനോഹരം, അത് ഏത് വാക്ക് ഉപയോഗിച്ചാലും തൃപ്തിയാവില്ല, അത്രയും മനോഹരമാണ്, വായിച്ച ആളുകൾക്കേ മനസ്സിലാവും. അത് ഓരോ സ്പന്ദനങ്ങൾ തന്നെ, പാലേരിയുടെ സ്പന്ദനങ്ങൾ മാത്രമല്ല, ഗ്രാമത്തിൻ്റെ, നേരത്തെ വിജയം പറഞ്ഞ പ്രമാണി വർഗത്തിൻ്റെ പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ കൂടിയും ആ നാട്ടിൽ അന്ന് അല്പം പോലും മതത്തിൻ്റെ ചിന്തയിലായിരുന്നു.
ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായമാണെങ്കിലും ഒരു അല്പം പോലും ഇല്ലായിരുന്നു. പിന്നെ പാലേരി മാണിക്യത്തിലെ അന്തർവാജി, ഇടത്തേത്തൊടി അന്തർവാജി എന്ന് പറയുന്ന അതാണ് ഈ അഹമ്മദാജി പിന്നെ നോവൽ. അയാള് അഭ്യസ്തവിദ്യനാണ്. ഓ വിദ്യാഭ്യാസം ഇല്ലാത്തതല്ല, മുസ്ലിം സമുദായത്തിൽ അന്നത്തെ ആ കാലത്തിലത് 1957 മുമ്പാണത്. ആ ഈ വിദ്യാഭ്യാസമൊക്കെ കുറവെന്നല്ല, ഇന്നത്തെ പോലെ താല്പര്യം അന്ന് ആ സമുദായം കൊടുത്തിട്ടില്ലായിരുന്നു. ഇന്ന് എല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം അന്ന് വരെ അന്നും ഇദ്ദേഹം പ്രമാണിയാണെങ്കിൽ കൂടി നല്ല വിദ്യാഭ്യാസമുണ്ട്, സംസ്കാര സമ്പന്നനാണ്. ആ പ്രദേശത്ത് ഒരിക്കൽ പറഞ്ഞ ആവർത്തിക്കല്ല, ഈ സ്ത്രീകളൊക്കെ ഭർത്താക്കന്മാർ അകത്തേക്ക് വിളിച്ച് കയറ്റി കളിയും. ഇയാൾ വരുന്നത് കണ്ടാൽ അയാളെന്താ ആരും തൊട്ടിട്ട് പോലും ഇല്ല, പിടിക്കുകയില്ല. പക്ഷേ ഇയാളുടെ ഫിഗർ കണ്ടിട്ട് സ്ത്രീകൾ ആകർഷിച്ചു പോകുന്നതാണ് അന്നത്തെ സംസാര വിഷയം. ആണുങ്ങൾ ഒരു കയറിപ്പോയിക്കടെ ഉള്ളിൽ എന്ന് പറയുന്നത് അയാളെന്താ പിടിച്ചു തിന്നോ. ശരിക്കും ഇത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഭരിക്കുന്ന കാലഘട്ടം, അതെ, 56 ആ ഒരു സമയത്ത് അങ്ങനെ ഒരു ഞാൻ പഠിച്ച കോളിലൊക്കെ ഉണ്ടാക്കിയൊരു സംഭവമാണിത്. ഏത് ആ ഒരു സ്കൂളിന്റെ ഒക്കെ ഒരു സ്കൂളിന്റെ, ഞാൻ പഠിച്ച വടക്കുംപാട് ഹൈസ്കൂള് ഈ ആചാര്യ സ്കൂളാണ്. ഇപ്പം പാർട്ടി ആണ് അതിന്റെ കമ്മിറ്റി നടത്തുന്നത്. അതുകൊണ്ടാണ് ഈ സംശയം വന്നത്. അന്ന് ഇത് ഒതുക്കാൻ വേണ്ടിയിട്ട് പാർട്ടിക്ക് അത് വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണത്. അതിന്റെ ശരിയായ കാര്യം അറിയുന്ന ആളാണ് ഇപ്പൊ നേരത്തെ മുസ്തഫ ചെയ്ത കേശവനിലെ ബാർബർ കേസ്. എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ആണെങ്കിലും അനുഭവ സമ്പത്തുള്ള നടന്മാരാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇന്നത്തെ മലയാള സിനിമയിൽ ഇതുപോലുള്ള സിനിമകളൊക്കെ നമുക്ക് ഇപ്പോൾ ഇത് വരുന്നില്ല. അപ്പം ഇത് പാലേരി മാണിക്യം പോലുള്ള സിനിമകൾ ഇപ്പം യുവതലമുറയ്ക്കാണെങ്കിൽ പോലും ഒരുപാട് സിനിമയ്ക്ക് പുറമേ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, പഴയ കാര്യങ്ങളാണെങ്കിലും. അപ്പൊ ഇതുപോലുള്ള സിനിമകൾ ഇങ്ങനെ വരേണ്ടതിന്റെ ഒരു ആവശ്യകത അല്ലെങ്കിൽ തീർച്ചയായിട്ടും കാരണം ഇതുപോലുള്ള സിനിമകൾ ശരിക്കും ഈ പുതിയ വരുന്ന സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന അഭിനേതാക്കൾക്കായാലും ഡയറക്ടർ സെക്ഷനിലായാലും തിരക്കഥ എഴുതിക്കുന്നതായിരിക്കും ഒരുപാട് പഠിക്കാനുണ്ട്. എങ്ങനെയാണ് ഒരു സിനിമയെ നമ്മൾ ഇത്രയും വലിയൊരു നോവലിനെ വളരെ ഭംഗിയായിട്ട് മനസ്സിൽ നമ്മളെ വിശ്വസിപ്പിക്കുക എന്നൊരു ധർമ്മമുണ്ട്. ആക്ടിങ്ങിലുള്ള ഏറ്റവും വലിയൊരു ധർമ്മം, അത് സിനിമയായാലും നാടകമായാലും പ്രേക്ഷകനെ വിശ്വസിപ്പിക്കുക. അതൊരു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം പ്രേക്ഷകൻ നമ്മളെക്കാട്ടും മിടുക്കനാണ്. നമ്മൾ വിചാരിക്കും നമ്മളാണ് മിടുക്കന്മാരെന്ന്. അല്ല, നമ്മളെക്കാട്ടും മിടുക്കന്മാരാണ് പ്രേക്ഷകർ. തെറ്റ് കുറ്റങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കുക. പക്ഷെ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവരെ വിശ്വസിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രഗത്ഭനായ ഒരുപാട് കഴിവുകളുള്ള ഒരു സംവിധായകനെ സാധിക്കുള്ളൂ. വളരെ, കാരണം ഒരു നാടകത്തിനെക്കാട്ടും കൂടുതൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന മീഡിയയാണ് സിനിമ. അപ്പം അതിനെ കുറ്റം പറയാനും നല്ലത് പറയാനും ചീത്തത് പറയാനും ആളുണ്ടാവും. പക്ഷേ നല്ലത് മാത്രം പറയിപ്പിക്കുക എന്നുള്ളൊരു, അതായത് അവരെ വിശ്വസിപ്പിച്ചാലേ അത് ഉണ്ടാവുള്ളൂ. ഇത് എത്ര ദിവസം എടുത്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ് ഈ പാലേരി മാണിക്യം? ഏതാണ്ട് ഒരു മാസത്തിനും മേലെ. ഒരു മാസത്തിന് മേലെ 40 ദിവസം. ഞങ്ങളൊക്കെ ഉള്ള സീനുകള് പിന്നെ 10-28 ദിവസമാണ് എടുത്തത്. എന്തെങ്കിലും ചലഞ്ചോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ ഷൂട്ടിംഗ് സമയത്തോ? അല്ലെങ്കിൽ എന്തെങ്കിലും ആ സമയത്ത് അന്ന് പ്രതിപാദിച്ചൊരു പത്രങ്ങളിലും ഒക്കെ വന്നിട്ടുണ്ട്, ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ എനിക്ക് വേറെ ചില ബന്ധങ്ങളുള്ള ഈ യഥാർത്ഥ മാണിക്യത്തിൻ്റെ ഭർത്താവായ പൊക്കൻ്റെ സുഹൃത്താണ്. 4 വർഷമായിട്ടുള്ളൂ മരിച്ചിട്ട്. അയാളെ അത്രയും സാധു മനുഷ്യനായിരുന്നു. സിനിമ കണ്ടായിരുന്നോ? കണ്ടിട്ടുണ്ടായിരുന്നു, ടിവിയിലൊക്കെ വന്നപ്പോൾ പലതവണ. പക്ഷേ തിയേറ്ററിൽ ഒന്നും കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ടിവിയിലൊക്കെ കണ്ടു. ഇത്തരം സിനിമകൾ റീമേക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇതിൽ വരേണ്ടത് വീണ്ടും പ്രേക്ഷകൻ കാണേണ്ടതിൻ്റെ ഒരു ആവശ്യകത എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ടി വി ചന്ദ്രൻ്റെ ഒരു പ്രസിദ്ധമായ സിനിമയാണ് ഓർമ്മകൾ ഉണ്ടായിരിക്കണം. അതേപോലെ എങ്ങനെയാണ് മലയാള സിനിമ ഈ രീതിയിലേക്ക് വന്നത്? ഇതൊക്കെ ഒരു നാഴികക്കല്ലാണ്, തീർച്ചയായും മൈൽ സ്റ്റോൺസ് ആണ് ഇത്തരം സിനിമകൾ. പഴയകാല സിനിമയിൽ നിന്ന് ഇന്ന് ഇപ്പം വാഴ പോലുള്ള സിനിമകളിലേക്ക് എത്തി നിൽക്കുമ്പം അതിൻ്റെ ഒരുപാട് നാഴികകൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു നാഴികക്കല്ലിനെയാണ് പാലേരി മാണിക്യം. അതേപോലെ ഒരുപാട് സിനിമകൾ ഇനിയും വരാനുണ്ട്, അത്തരം ജോണറുകളുള്ള സിനിമ. ഇനി ഇതുപോലെ ഏതൊരു സിനിമ റീ റിലീസ് ചെയ്യാനാണ് ഇപ്പം ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള, ഇതുപോലെ പാലേരി മാണിക്യം പോലെ യുവതലമുറയിലേക്ക് വന്നാൽ കൊള്ളാമെന്ന്? അങ്ങനെയുള്ള ഒരു ശക്തമായ നോവൽ ഉണ്ടാവണം. അല്ല, സിനിമകളുണ്ട്. വായിച്ചിട്ടില്ല, വായിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല, പുസ്തകം വായിച്ചിട്ടില്ല. വായിച്ചിരുന്നുവെങ്കിൽ വിസ്മയിച്ചു പോകും. ഇതെങ്ങനെ, ഞങ്ങൾ അവിടെ ഒരു സ്വകാര്യ ചർച്ചയായിരുന്നു, ഇതെങ്ങനെ സിനിമയാവും? ഇത് എത്രയും സംഭവങ്ങളുമായ ഒരു കഥയല്ലേ, രാമായണം പോലെ ഇങ്ങനെ കിടക്കുമല്ലേ, കടൽ പോലെ. അതൊക്കെ ഇതെങ്ങനെ സിനിമയാവും, അതിൻ്റെ ഒരു ലിങ്ക് എങ്ങനെ പോകും, ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യുന്നുള്ളതൊക്കെ
എല്ലാ കാര്യങ്ങളും ഇപ്പം നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ അത് പറ്റില്ല. വായിച്ച പക്ഷേ അതിന് തോന്നും ഈ ഒരു ഇമ്പാക്റ്റ്, ഈ അവസാനം ഈ ഒരു സംഭവം എത്തിക്കാനുള്ളതിൽ ഏതൊക്കെ സംഭവങ്ങൾ എങ്ങനെയൊക്കെ കൊണ്ടുവരും. അവിടെയാണ് ഒരു കോർഡിനേറ്റർ എന്ന രീതിയിൽ സംവിധായകന്റെ ഒരു വിജയം എന്ന് വീണ്ടും 4-ാം തീയതി റിലീസ് ആകുന്നതുകൊണ്ട് അതിന്റെ ക്ലൈമാക്സ് പറയുന്നില്ല, ഞെട്ടിപ്പോയതാണ്. ഞങ്ങളെ ഞെട്ടിച്ചതാണ്. സംവിധായക 4-ാം വിജയം തീയതി അവിടെ ഞങ്ങള് മാത്രമല്ല, അതിന്റെ സംഗീതം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഞാൻ പറയാൻ വരുന്നുണ്ട്. പാട്ടുകൾ, അതിന്റെ പാട്ട് മാത്രമല്ല, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതെല്ലാം വളരെ ശ്രദ്ധാപൂർവം ചെയ്ത കാര്യങ്ങൾ. അതിന്റെ ലൊക്കേഷൻ, കഥയ്ക്ക് തികച്ചും അനുയോജ്യമായ ലൊക്കേഷനാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ടൈറ്റിൽ പറയുമ്പോ തന്നെ കാണാൻ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. ആ ലൊക്കേഷനും കൂടെ നമ്മളെ ഇതിന്റെ ഒരു ഭാഗമാണ്. അത് കറക്റ്റ് എല്ലാത്തിലും വളരെ ചിട്ടയോടെയുള്ള വളരെ ശ്രദ്ധയോടെയുള്ള ചില കാര്യങ്ങളുണ്ട്. അതാണ് സംഗീതം, അതിന്റെ ലൊക്കേഷൻ ആർട്ടിസ്റ്റുകൾ, ഓരോ ആർട്ടിസ്റ്റുകളും. മൈഥിലിയുടെ ആണെങ്കിലും ഫസ്റ്റ് മൂവി ശ്വേതാ മേനോൻ, ഒരുപാട് ആർട്ടിസ്റ്റുകൾ. അത് ശ്വേതാ മേനോനെ കുറച്ച് രഞ്ജിത്ത് തന്നെ ഡ്യൂട്ടി ഏൽപ്പിച്ചത്. മലയാളം, അവൾ കോഴിക്കോട്ടുകാരത്തിയാണ്, വെസ്റ്റീലായിരുന്നുണ്ട്. പക്ഷെ അവൾ കുറേ ബോംബെയിൽ അവിടെ ഇവിടെ ആയിരുന്നു. അപ്പോൾ എന്നോട് കോഴിക്കോട് ഭാഷയിൽ എന്നോട് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ രഞ്ജിത്ത് തന്നെ ഏൽപ്പിച്ചത്. അപ്പം ഞാനിവിടെ ഫ്രീ ടൈമിൽ അതിങ്ങനെ വായിച്ചു കൊടുക്കും, ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഞാനും അഭിനയിക്കുന്നുണ്ട്, ആ വേഷം കെട്ടിയിട്ട് തന്നെ ഫ്രീ ടൈമിൽ ശ്വേതയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇന്നത്തെ ഡയലോഗ്. അല്ല, കോഴിക്കോട്ടുകാരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട്, വിജയുടെ പറഞ്ഞ പോലെ തന്നെ, ഒരുപാട് അതുവരെ സിനിമ എത്തിപ്പിടിക്കാൻ കഴിയാതിരുന്ന ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾക്ക് സിനിമയിലൊരു അവസരം ഉണ്ടായി കിട്ടി എന്നുള്ളതാണ്. അവരും രഞ്ജിത്തിനോട് അതായത് ഒന്നുമല്ലാതായി പോകുമായിരുന്ന ഒരു വലിയ നിലയിൽ എത്തിയെന്നല്ല, പക്ഷെ അതിൽ കുറേ ആളുകളൊക്കെ മലയാള സിനിമയിൽ വളരെ സജീവമായിട്ട് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അപ്രാപ്യമായിട്ടുള്ളൊരു മേഖല, അങ്ങനെ ഒരു അവസരം അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആയാലും, ഇപ്പോൾ എ വി അനൂപ് ആയാലും, ഇപ്പോൾ മഹാസുബൈർ ആയാലും, ഇതിൻ്റെ ഡയറക്ടർ ആയാലും, ഇത് സ്ക്രിപ്റ്റ് റൈറ്റർ ആയാലും, അങ്ങനെ ഒരു കൂട്ടായ്മയിൽ കൂടെ ഇത്ര ആളുകളെ മലയാള സിനിമ, എനിക്ക് അന്നത്തെ കാലത്ത് ഒരു വലിയ രീതിയിൽ തന്നെ ചെയ്തൊരു സിനിമയാണ്. വലിയ രീതിയിൽ, വലിയ ക്യാൻവാസ്. എല്ലാവരും നമ്മളൊരു സിനിമ ഷൂട്ടിങ്ങിലല്ല, ഒരു കുടുംബത്തിൽ എന്തോ ഒരു ഫംഗ്ഷന് മാതിരി ഞങ്ങൾ ആർട്ടിസ്റ്റുകൾ മൊത്തം വന്നിട്ട് എല്ലാവരും രാവും പകലും വളരെ സന്തോഷവും. കാരണം അങ്ങനെയാണ് എല്ലാവരും പരസ്പരമുള്ള ബന്ധങ്ങളൊക്കെ കോഴിക്കോട്ടുള്ളവർ തന്നെ. അപ്പൊ അതിനൊരു ഷൂട്ടിങ്ങിന് വരാൻ തന്നെ എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു, സന്തോഷമായിരുന്നു, വളരെ അതായിരുന്നു. അതിലൊരു പാട്ട് നമുക്ക് വേണ്ടിയിട്ടൊന്ന്, പാലേരി മാണിക്യത്തിലെ. പാലേരി മാണിക്യത്തില് നോവലിസ്റ്റിന് എഴുതിയൊരു പാട്ടുണ്ട്, അതായത് പാലേറും നാടായ പാലേരി. അതിൽ ബിജിബാലാണ് അത് മ്യൂസിക് ചെയ്തത്. ആ മ്യൂസിക് ചെയ്തത് അതിൽ എനിക്കതിൻ്റെ ഒരു ട്യൂണൊന്നും കിട്ടില്ല. പക്ഷേ പാലേരി മാണിക്യം എന്നുള്ള ആ പാട്ട് ശരിക്ക് പൂമാതൈ പൊന്നമ്മേൻ്റെ ഒരു സ്റ്റൈലിലാണ്. പാലേറും നാടായ പാലേരിയില് പാടിപ്പതിഞ്ഞൊരു പാട്ടുണ്ടല്ലോ, പാലേരി മാണിക്യം പെണ്ണോരുത്തി പാതിര നീന്തി കടന്ന പാട്ട്. പിന്നെ ആ മാണിക്യത്തെക്കുറിച്ചുള്ളൊരു വിവരണമാണ്. അവിടെ മൂക്കിനെ പറ്റിയിട്ട് വേട്ടാളിൻ്റെ കൂട് പോലെ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇപ്പോൾ പഴുത്ത അടയ്ക്കേൻ്റെ നിറാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു അവൾ വിവരിക്കുന്നിരുന്നുണ്ട്. അവളച്ചെറലെ മീനിൻ്റെ ഒപ്പം നീന്തി കളിച്ചു വളർന്ന പെണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വരികളുണ്ട് അതിൽ. അത് രാജീവേട്ടൻ്റെ തന്നെ ഇതാണ്. അപ്പോൾ ആ രാജീവേട്ടൻ്റെ ഒക്കെ ഒരു വിയോഗം എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ, പിന്നെ അദ്ദേഹത്തിൻ്റെ രഞ്ജിത്ത് തന്നെ ചെയ്തിട്ടുള്ള ഒരു ഇതാണ് ഞാൻ. KT കോട്ടൂർ അല്ലേ, KTN കോട്ടൂർ എന്ന് പറഞ്ഞൊരു നോവലുണ്ട്. അതാണ് ഞാൻ എന്ന് പറഞ്ഞ സിനിമയത്. അങ്ങനെ നിരവധി, വളരെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഡോ ആംഗ്ലിയൻ പോയറ്റാണ് ഇയാൾ. ഇതൊരു സിനിമയാണെന്ന് ഉത്തമ ബോധ്യം ഉണ്ടായിട്ടും ഞങ്ങളൊക്കെ അഭിനേതാക്കളാണ്, അഭിനയിച്ച സിനിമയാണ് കാണുന്നതെന്ന് ആ ബോധത്തോടു കൂടി സിനിമ കാണുമ്പോഴും ആ ടൈറ്റിൽ സോങ് വരുമ്പോൾ തന്നെ എന്നെയൊക്കെ എനിക്കൊരുപാട് പഴയ കാലത്തിലേക്ക് ഒരുപാട് ഓർമ്മകളുണ്ടാവും നാടിന്റെയും. അപ്പൊ നമ്മൾ സ്വയം അങ്ങ് തോട്ടത്താങ്കടവ് പുഴ, അല്ലെങ്കിൽ എടത്തേത്തൊടി എന്ന് പറഞ്ഞ ഇയാളെ പല പല വേർഡ്സ് പറയുമ്പോഴാണെങ്കിലും നമുക്കാണെങ്കിലും ആ ഒരു ഗ്രാമീണതയും ആ ഒരു പാട്ടിലാണെങ്കിലും അർത്ഥങ്ങളൊക്കെ പറയുമ്പോൾ എന്താണെങ്കിലും നമ്മളെ അപ്പൊ പറഞ്ഞ മാതിരി ക്ലൈമാക്സ് വെളിപ്പെടുത്താൻ പറ്റുക. പക്ഷെ നമ്മൾ ഞെട്ടിച്ചു കളഞ്ഞു. നമ്മൾ പലരും ഇങ്ങനെ ആ സിനിമേന്റെ കൂടെ കൊണ്ടുപോയിട്ട് അവസാനം ഇതല്ല, നിങ്ങൾ വിശ്വസിക്കുന്നതല്ല സത്യം എന്ന് പറയുന്ന വല്ലാത്തൊരു ക്ലൈമാക്സ്. അതെ അതെ. എന്തായാലും ഒക്ടോബർ 4 പാലേരി മാണിക്യം തിയേറ്ററിൽ 4K കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. അപ്പൊ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? തീർച്ചയായിട്ടും എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണം. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം 4K ഫോർമാറ്റിൽ ഈ ഒരു 3ാമത്തെ സിനിമയാണെന്ന് തോന്നുന്നില്ല മലയാളത്തിൽ വരുന്നത്.
ദേവദൂതൻ വന്നു, മണിച്ചിത്രത്താഴ് വന്നു, ഇനി ശേഷം അടുത്തത് ഇതാണ്. മമ്മൂക്കയുടെ ഇനിയും- ആദ്യത്തെ റീ റിലീസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ സിനിമ, അതും ട്രിപ്പിൾ റോളിൽ എത്തിയ സിനിമ. അതെ അതെ അത് കാണേണ്ട ഒരു ആവശ്യമാണ്. ഈ ഒരു ഫോർമാറ്റിൽ അത് ന്യൂ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. പ്രത്യേകിച്ച് കാണണം എന്ന് തീർച്ചയായിട്ടും. അത് നിങ്ങളുടെ പ്രതീക്ഷയെ തകിടം മറിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉത്തമ വിശ്വാസം. അതെ. ഇത് നിങ്ങൾക്കൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ ആയിത്തീരട്ടെ എന്ന് ഈ സിനിമയ്ക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അതൊരു വലിയ ഒരുപാട് പുണ്യമായിട്ട് സന്തോഷം. ഞങ്ങൾ കരുതുന്നു. Thank ഓൾ you. ദ വെരി ബെസ്റ്റ്. താങ്ക് യു.